സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ നടപടിയിലേക്ക് ദേവസ്വം ബോർഡ്. മുൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യത. പെൻഷൻ തടഞ്ഞു വെക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, പ്രതിപക്ഷം ഒരു മഹാസമ്മേളനമടക്കം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. അതായത് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രതിഷേധം മൂർച്ഛിച്ച് വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പ്രതിഷേധങ്ങൾക്കൊപ്പം ദേവസ്വം ബോർഡിൻ്റെ നടപടികൾക്കും ഒട്ടും കുറവുണ്ടാവില്ല അല്ലേ ബിനോയ്? 2019 സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ, ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനം. കാരണം മുരാരി ബാബു ഒഴിച്ച് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടുന്ന് പെൻഷൻ പറ്റി പോയിരിക്കുകയാണ്. അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ്, ഒപ്പം ആ സമയത്തുണ്ടായിരുന്ന KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, ഇവരുടെയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ 2019 വലിയ തരത്തിലുള്ള കൃത്യവിലോപം, അതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് രേഖകളിൽ കൃത്യമായി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സമയത്ത് കൃത്യമായി ഉൾപ്പെടുത്താതിരിക്കുക. അത്തരത്തിൽ ഒരു സംഭവത്തിന് ഉപരിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് കൂടുതൽ വഴിവിട്ട സഹായങ്ങൾ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മുരാരി ബാബുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ചും ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അതിനുപരിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. താഴെ തട്ടിലെ മറ്റു ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധമുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിക്കൊണ്ട് അവരിൽ നിന്ന് മൊഴി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം കൂടി നടത്താനാണ് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ നീക്കം. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി ശേഖരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് സംഘം ശബരിമല സന്നിധാനത്തെത്തി സ്ട്രോങ് റൂം തുറന്ന് ഇപ്പോഴുള്ള സ്വർണ്ണപ്പാളികളുടെ പരിശോധന നടത്തി. ഒപ്പം പഴയ ചിത്രങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ നോക്കി. കാരണം ഈ മാസം ഒക്ടോബർ 17-ാം തീയതിയാണ് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങൾ ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുമതി വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ തന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുമതി വാങ്ങാതെയാണ് ഈ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയെങ്കിൽ അതിനിടെയായ സാഹചര്യം, തന്ത്രി അനുമതി കൊടുക്കാതിരുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ഒരേപോലെ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ നടത്തിയ ദേവസ്വം ബോർഡ് യോഗത്തിൽ വലിയ തരത്തിലെ ചർച്ചയായി മാറിയിരുന്നു. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുൻ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായെങ്കിൽ അതുകൂടി നോക്കിയതിനു ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും വളരെ താമസിയാതെ തന്നെ കൂടുതൽ നടപടി കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സുധീഷിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കും. ഒപ്പം അന്ന് ഈ സമയത്ത് മാനേജരായിരുന്ന ജയപ്രകാശ് ഇപ്പോൾ ആലുവയിലാണ് അദ്ദേഹം ഡ്യൂട്ടി നോക്കുന്നത്. അദ്ദേഹത്തിനെതിരെയും അന്വേഷണം നീണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നലെ ഒരാൾക്കെതിരെയായിരുന്നു നടപടിയെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പെൻഷൻ പറ്റിപ്പോയവർക്കെതിരെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള നടപടിയിലേക്കും ഒക്കെ തന്നെ നീങ്ങാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളിക്ക് അപ്പുറത്തേക്ക് സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള പൂജകൾ, ഈ പൂജകൾക്ക് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് അവരെ കണ്ടെത്തുക. ആ പൂജകൾ നടത്തിയ സമയത്ത്
ഉണ്ടായ ഉദ്യോഗസ്ഥരാരൊക്കെയാണ് അവരെ കണ്ടെത്തുക, അവർക്കെതിരെ നടപടി ഉണ്ടാവുക. കാരണം ഇപ്പോഴും വാതിലുകൾക്ക് അല്ലെങ്കിൽ വാതിലുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും നിയമസഭയ്ക്കകത്ത് ഉൾപ്പെടെ പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ നടപടികൾ വേഗത്തിലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ബിനോയ്, ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരാൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിൽ കൂടുതൽ പേരുണ്ട്, ഇടനിലക്കാരുണ്ട്. ദേവസ്വം ബോർഡിന് പുറത്തുള്ള കുറെ ഇടനിലക്കാർ ഇതിന്റെ ഭാഗമായി സ്പോൺസർ എന്ന പേരിൽ ബിനാമിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിർത്തി പുറകിൽ കുറെ പേർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലൊക്കെ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിലെ ഈ ഒരു സാഹചര്യം അനുസരിച്ച് ഈ 2019 ഈ കൊണ്ടുപോയതിനു ശേഷം ഞാൻ സൂചിപ്പിച്ചു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരികെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സന്നിധാനത്ത് തന്നെയുള്ള നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇത്രയും ദിവസം താമസിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സൂചന കിട്ടി എന്നുള്ള ആരോപണങ്ങൾ മാത്രമാണ്. അതൊരു വിജിലൻസിന്റെ കണ്ടെത്തലായി പോലും അത്തരത്തിലുള്ള വിവരങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല. ഈ 39 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് തിരികെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കൃത്യമായി 39 ദിവസം കഴിഞ്ഞേ തിരികെ എത്തുകയുള്ളൂ എന്നുള്ളൊരു സൂചന ആ സമയത്ത് അവിടെ പ്രവർത്തിച്ചു പോരുന്ന ചില ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. അതവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ, സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു അതിനെ തുടർന്നൊരു അന്വേഷണം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അന്തിമ റിപ്പോർട്ടിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം കൂടി ഉണ്ടാകും എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ നടപടി അത്ര കൂടി വ്യാപിക്കും എന്നുള്ളതും കൂടി വ്യക്തമായി വരുന്നു ബിനോയ്, അല്ലേ? തീർച്ചയായും വ്യാപകമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു അവരെ മുഴുവൻ ആളുകളെയും, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 2019 സ്വർണം പൂശാൻ കൊണ്ടുപോയ സമയത്ത് അവിടെ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തും. അത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ മൊഴി രേഖപ്പെടുത്തും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 40 ദിവസത്തിലധികം വരുന്ന ഒരു കാലയളവിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന് ഒരു വ്യക്തത വരാത്തത്. ഈ സമയത്തിനുള്ളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് അത് പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തിയെന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പണപ്പിരിവ് നടത്തിയ മേഖലകൾ, സ്ഥലങ്ങൾ എവിടെയാണ്, അതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. ആ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ദേവസ്വം വിജിലൻസ് എത്തും, അന്വേഷണം നടത്തും. പ്രമുഖർ ആരൊക്കെയാണോ ഇതിൽ പങ്കെടുത്തത് അവരെക്കുറിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ, അതായത് ശനിയാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനു മുമ്പ് തന്നെ ഏകദേശ ചിത്രം വിജിലൻസ് കണ്ടെത്തും. അത് ഈ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, ഡി ബിനോയ് തുടരുക. സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുന്നു ദേവസ്വം ബോർഡ്. മുൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുറേ കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വർണ്ണ കവർച്ച എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത്. ഹൈക്കോടതി തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം മുറുകുകയാണ്. പുതിയ അന്വേഷണ സംഘമടക്കം 1 മാസത്തിനകം അവരോട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഹൈക്കോടതി കൊടുത്തൊരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയായിരിക്കും നടപടി, ആ ഒരു നടപടിയുടെ
ഇരയാകുന്നത്, അല്ലെങ്കിൽ ഇരയാകുന്നത് എന്നുള്ള വാക്ക് ചിലപ്പോൾ ഉചിതമാകില്ല, ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്നുള്ള നിലയ്ക്കാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലും കടക്കുന്നത്. കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ കാലയളവിൽ 2019 ഈ ഒരു സംഭവത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാകേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ നടപടികൾ ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ എത്തരത്തിലായിരിക്കും, ഏത് വിധത്തിലായിരിക്കും, പെൻഷൻ തടഞ്ഞു വെക്കാൻ വരെ ദേവസ്വം ബോർഡിൻ്റെ നീക്കമുണ്ട് എന്നുള്ളത് കൂടിയാണ്. നിരവധി ഉദ്യോഗസ്ഥർ ആ ഒരു കാലയളവ് കൊണ്ട് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുന്ന നടപടിയിലേക്കൊക്കെ ദേവസ്വം ബോർഡ് കടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇന്നും നിയമസഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുള്ളതും കൂടി വിവരങ്ങൾ ലഭിക്കുന്നു. തുടർച്ചയായ 3-ാം ദിവസമാണ് പ്രശ്നം ആയുധമാക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡി ബിനോയ് തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രതിപക്ഷം ഈ